ഈ പറയുന്ന ലോഡ് ഷെഡിംഗ് എന്ന ഒഫീഷ്യൽ പേരിട്ടില്ലെങ്കിലും കേരളത്തിൽ ഇപ്പൊ ഇന്ന് രാവിലെ മോർണിംഗ് ഷോ വരുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ നൂറുകണക്കിന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഈ പറയുന്ന 8 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള സമയത്ത് ഓഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വൈദ്യുതി നിയന്ത്രണം തന്നെയാണ്. അത് ഈ സമയത്തെ ഷെഡിംഗ് എന്നൊക്കെ പറഞ്ഞാലും അത് വൈദ്യുതി നിയന്ത്രണം തന്നെയാണ്. എസ്കെൻ എന്താണ് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഈ LDF സർക്കാരിന്റെ പ്രചരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയുധം. അപ്പൊ സ്വാഭാവികമായി പവർ കട്ട് വരുമ്പോൾ അത് രാഷ്ട്രീയ ഉണ്ടോ അത് പോട്ടെ. പക്ഷെ പവർ കട്ടില്ലാത്ത വർഷങ്ങൾ സാധ്യമായത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട് ഒരു കരാർ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ 4 രൂപ 29 പൈസക്ക് 25 വർഷത്തേക്ക് എന്താണ് ദീർഘകാലത്തുള്ള കരാറായിരുന്നു. ആ കരാറിന്റെ അല്ലാതെ ഏതെങ്കിലും ഉത്പാദനം കൂടിയതുകൊണ്ടല്ല പവർ കട്ടില്ലാത്ത വർഷങ്ങൾ സാധ്യമായത്. എസ്കെൻ റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു കടുംപിടുത്തത്തിൽ ആ കരാർ റദ്ദാക്കി. ആ കരാർ റദ്ദാക്കിയതിനു ശേഷം 2 വർഷം നമ്മൾ 6 മുതൽ 12 രൂപ വരെ നൽകി വാങ്ങണം. ഇപ്പൊ 10 രൂപയ്ക്ക് വാങ്ങാണ്ട് കൊടുക്കുമ്പോഴേക്കും അത് മാത്രം ഉണ്ടാക്കുന്ന ഒരു വർഷം 700 രൂപ കോടിയുടെ നഷ്ടം ഉണ്ടാവുകയാണ്. അത് ബാധിക്കാമോ നമ്മളെയാണ്. ഒറ്റ കാര്യം ഉറപ്പാണ്, ഇപ്പം നമ്മൾ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഒറ്റ ദിവസം വൈകിയാൽ ഒന്ന് ഫീസ് വരും. നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നവരാണ്, നമ്മൾ സെസ് അടയ്ക്കുന്നവരാണ്, നമ്മൾ അധിക തുക അടയ്ക്കുന്നവരാണ്. നമ്മൾ പൈസ അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പീക്ക് ലോഡ് ഉണ്ടോ എന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കറണ്ട് കിട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ അർഹരാണ്. അത് കിട്ടണം, അത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അന്തംഗമ്മ അടിമകളെ സംബന്ധിച്ചിടത്തോളം പവർ കട്ട് ഉണ്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ പൈൽസിന്റെ അസുഖമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഏത് മൂലക്കുരു പൈൽസ്, ഈ അസുഖമുള്ള ആളുകൾക്ക് എനിക്ക് അതുണ്ട് എന്ന് പറയാൻ ഒരു നാണക്കേടാ അല്ലേ, ഒരു വലിയൊരു ലജ്ജയാണ്. അതുണ്ട് എന്ന് അങ്ങനെ പരസ്യമായിട്ട് പറയില്ല അല്ലേ. അതുപോലെയാണ് പവർ കട്ട് ഉണ്ട് എന്ന് പറയാൻ അടിമകൾക്ക് വല്ലാത്തൊരു നാണക്കേടാ, വല്ലാത്തൊരു ലജ്ജയാണ്. അതങ്ങോട്ട് സമ്മതിക്കണില്ല അല്ലേ. കേരളത്തിൽ എല്ലായിടത്തും ഓരോ മണിക്കൂർ ഇടവിട്ട് ഈ പറയുന്ന 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള ദൈർഘ്യത്തിലുള്ള പവർ കട്ടുകൾ. ഇനി അത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ 6 മണി ആയിക്കഴിഞ്ഞാലോ അതിൻ്റെ നേരെ ഇരട്ടി. എത്ര തവണയാണ് കട്ടുവാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് നിലവിലുണ്ടായിട്ടും ഇതിപ്പോൾ എന്താ സംഭവം, വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് ഒരു അരമണിക്കൂർ പോകുന്നതിന് മുമ്പ് എല്ലാ മണിക്കൂറിലും ഒരു 5 മിനിറ്റ് പവർ കട്ടുണ്ടായാൽ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് 24 മണിക്കൂർ നട്ടപ്പാതിരാക്ക് പുലർച്ചെ സമയത്ത് വരെ കറണ്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ 24 മണിക്കൂറിൽ 5 മിനിറ്റ് വെച്ച് കൂട്ടും മിനിമം. 5 മിനിറ്റ് ഉറപ്പായിട്ടും പോകുന്നുണ്ട്. 5 മിനിറ്റിന് മുകളിൽ ഓരോ സമയത്ത് വേരിയായിട്ട് പല ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ 5 മിനിറ്റ് 24 മണിക്കൂർ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായി? അപ്പോൾ അരമണിക്കൂർ പവർ കട്ട് ഒരൊറ്റ സമയം അരമണിക്കൂർ പോകുന്നതിലും വലിയ കൂടുതൽ സമയം പവർ കട്ടും ലോഡ് ഷെഡിങ്ങും നമ്മുടെ നാട്ടിലുണ്ട്, നിയന്ത്രണമുണ്ട്. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഈ സംഭവിക്കുന്നൊരു കാര്യമുണ്ടല്ലോ, എന്ത് തെരഞ്ഞെടുപ്പിൽ ഈ അന്തംഗമ്മി അടിമകളെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുത്തി കഴിഞ്ഞാലും തോറ്റെന്ന് സമ്മതിച്ചു തരില്ല. അതുപോലെയാണ് പവർ കട്ട് ഉണ്ട്, എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് സമ്മതിച്ചു തരില്ല പവർ കട്ട് ഉണ്ട് എന്നുള്ളത് അല്ലേ. ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും കേരളത്തിലെ എല്ലാ മനുഷ്യന്മാരും, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും പല രീതിയിൽ പല കമ്പനികളുടെ പല സ്ഥാപനങ്ങളുടെ ഒക്കെ സർവീസുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലേ. ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് പോകുന്നു, ഞാൻ പറയാം, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുക. ആ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുക എന്ന് വിചാരിക്കുക. അവിടുത്തെ പെരുമാറ്റങ്ങളും അവിടുത്തെ സർവീസും നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിയുള്ള ഈ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് രണ്ടാമത് തിരിച്ചു പോവുമോ? നമ്മളത് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ? എന്തെങ്കിലും ചെയ്യുമോ? നമ്മൾ ആ പ്രൊഡക്റ്റ് ഒഴിവാക്കിയിട്ട് മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എന്താക്കും? നമ്മൾ മാറും അല്ലേ. ഇതല്ലേ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ KSEB എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. അത് പ്രൈവറ്റ് കമ്പനി ആവട്ടെ പബ്ലിക് കമ്പനി ആവട്ടെ, എന്താണെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ KSEB എന്ന് പറയുന്നത്. ഇവരുടെ പ്രൊഡക്റ്റ് എന്താണ്? വൈദ്യുതിയാണ് അല്ലേ. ഈ വൈദ്യുതിയാണ് ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ KSEB നമ്മൾ പണം കൊടുത്ത് ഒരു ദിവസം വൈകിക്കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ KSEBയുടെ ബില്ല് വന്നാൽ ഓൾമോസ്റ്റ് നമുക്ക് ഡ്യൂ ആകുന്ന ഒരു ഡേറ്റ് ഉണ്ടാകും.
അതുപോലെ ഡിസ്കണക്ഷൻ ഒരു ഡേറ്റ് ഉണ്ടാകും അല്ലേ. ഈ ഡ്യൂ ആകുന്ന ഡേറ്റിനുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഡിസ്കണക്ഷൻ ഡേറ്റ് ആണെങ്കിൽ ഈ പറയുന്ന ബില്ല് ലേറ്റായി അടച്ച് എന്നുള്ളതിനുള്ള ഒരു ചെറിയ ഫൈൻ ഉണ്ടാകും. ഇനി ഈ ഡിസ്കണക്ഷൻ ഡേറ്റിന് മുമ്പും നമ്മൾ അടച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കുള്ള കണക്ഷൻ അവർ ഡിസ്കണക്ട് ചെയ്യും അല്ലേ. പിന്നെ നമ്മൾ ബില്ലൊക്കെ അടച്ചിട്ട് വേണം, കൈയും കാലും പിടിച്ചിട്ട് വേണം വീണ്ടും റീകണക്ട് ചെയ്യാൻ. ബില്ല് അടച്ചാലും ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ബില്ല് അടച്ചാലും റീകണക്ട് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ കാത്തിരിക്കണം അല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റാണിത്. KSEB, ഈ വൈദ്യുതി എന്ന് പറയുന്നത് KSEB എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് അല്ലേ. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്, അതിൻ്റെ കൺസ്യൂമേഴ്സിന് വളരെ കൃത്യത്തിൽ ഞാൻ പറയുന്നു, ഇതൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ സപ്ലയർ എന്നുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ KSEB എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമാണ്. ഇനി ഇവിടെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു കറണ്ട് ബില്ല് വന്നെന്ന് കരുതുക. നിങ്ങൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ റീഡിംഗ് ഒക്കെ എടുത്തിട്ട് ഒരു കറണ്ട് ബില്ല് തരുമല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ A4 ഷീറ്റിൻ്റെ രൂപത്തിലുള്ള ഒരു വലിയ പേപ്പറായിരുന്നു. ഇന്നിപ്പോൾ അത് മറ്റേ നമ്മളെ മെഷീൻ കൊണ്ടുവന്നിട്ട് ഇത്ര പോകുന്ന നീളത്തിൽ ഒരു ചെറിയ പേപ്പറാണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇതിപ്പോൾ 1873 രൂപയുടെ ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തെ ഒരു ബില്ല്, സാധാരണ 2 മാസത്തെ ബില്ലാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ ഒരു മാസം ഒരു കസ്റ്റമർ ഒരു മാസം ഉപയോഗിച്ച ഒരു ബില്ലാണ്. കാരണം അതിൽ ഒരു മാസം ഉപയോഗം ഉണ്ടായില്ല, ഒരു മാസം ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മാസം ഉപയോഗിച്ചതിന് 2 മാസത്തെ ബില്ലിൽ വരുമ്പോൾ ഒരു മാസം ഉപയോഗിച്ചതിൻ്റെ ബില്ലാണ് 1873 രൂപ. മനസ്സിലായില്ലേ? ആ 1873 രൂപയിൽ എനർജി ചാർജ് എന്ന് പറയുന്നത് എത്രയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച കറണ്ട്, നമ്മൾ ഉപയോഗിച്ച ആ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ ചാർജ് എത്രയാ? എനർജി ചാർജ് എന്ന് പറയുന്നത് എത്രയാ? 949 രൂപ 85 പൈസ. ഓക്കെ, 950 രൂപ. പല കാര്യങ്ങളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്രത്തോളം ഒരു കൺസ്യൂമറുടെ റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സപ്ലയറും കൺസ്യൂമറും തമ്മിലുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങൽ എത്രത്തോളം മാന്യമായിട്ടാണ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ 949 രൂപ അല്ല 950 രൂപയാണ് ആ വ്യക്തി ഉപയോഗിച്ച കറണ്ടിനുള്ള ചാർജ് എന്ന് പറയുന്നത്, എനർജി ചാർജ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഒരു 10% സെസ് ഉണ്ട്. സെസ് എന്ന് പറഞ്ഞാൽ അത് എത്രയാകും? 950 രൂപയാകുമ്പോൾ 95 രൂപ. ഫ്യുവൽ സർചാർജ് ഉണ്ട്, അത് ഇതുപോലെ 11 രൂപയോളം അത് വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇതേ ബില്ലിൽ 760 രൂപ ഉണ്ട്. പിന്നെ മീറ്റർ റീഡിങ്ങിന് വന്നതിൻ്റെ ചാർജായിട്ട് ഒരു 12 രൂപ. ഓക്കെ, അപ്പം ഇത്രയും പൈസ കൂട്ടിയിട്ടാണ് 1828 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കറണ്ട് ബില്ല് വരുമ്പോൾ അതിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതിയുടെ ചാർജ് മാത്രമല്ല, മനസ്സിലായില്ലേ? അതിന് നിങ്ങൾ എക്സ്ട്രാ സെസ് കൊടുക്കുന്നുണ്ട്, ഫ്യൂവൽ സർചാർജ് കൊടുക്കുന്നുണ്ട്, മീറ്റർ റീഡിങ് വരുന്നതിനുള്ള ചാർജ് കൊടുക്കുന്നുണ്ട്, ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ബില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ വില എത്രയാണ്? ഇപ്പോൾ ഈ 1873 രൂപ ബില്ല് വന്നതിൽ അതിൽ ആ വ്യക്തി ഉപയോഗിച്ച ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനുള്ള ചാർജ് എന്ന് പറയുന്നത് 950 രൂപ മാത്രമാണ്. ബാക്കിയൊക്കെ ഈ പറയുന്ന ടാക്സ് ആയിട്ടും സർചാർജ് ആയിട്ടും സെസ്സായിട്ടും പല രീതിയിൽ നമ്മൾ വീണ്ടും എക്സ്ട്രാ പേയ്മെൻറ്റുകൾ നടത്തി എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മൾ ഈ കറണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ പണം ചെലവാക്കുന്നുണ്ട്. അത്രയും എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഡബിൾ എമൗണ്ട് നമ്മൾ ചിലവ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഒരു 100 രൂപയുടെ സാധനം അത് നമുക്ക് 200 രൂപക്ക് വാങ്ങേണ്ടി വന്നാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അത് തന്നെയാണ് ഈ KSEBയുടെ കാര്യത്തിൽ. അത് പല കാരണങ്ങളും. ഇപ്പോൾ നമ്മൾ സാധാരണ 100 രൂപയുടെ സാധനം 200 രൂപക്ക് വാങ്ങേണ്ടി വരുന്നത് എപ്പോഴാണ്? പല രീതിയിലുള്ള ഡിമാൻഡ് ആ പ്രൊഡക്റ്റിന് ഉണ്ടാകുമ്പോൾ.
അല്ലേ? അതുപോലെ ആ സാധനം കിട്ടാക്കനിയാകുമ്പോൾ, കിട്ടാനില്ലാതെ വരുമ്പോൾ ഒക്കെ വായിൽ തോന്നുന്ന വിലക്ക് ചിലപ്പോൾ വാങ്ങേണ്ടി വരും. അതുപോലെ ഇത്രയും ഈ കറണ്ട് എന്ന് പറയുന്ന സാധനം സാധാരണക്കാരായ മനുഷ്യന് ഉപയോഗിക്കുന്നത് ഡബിൾ പൈസ ചാർജ്, അതിൻ്റെ യഥാർത്ഥ വിലയേക്കാളുമുള്ള ചാർജുകൾ കൊടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സർവീസോ അപ്പം ഞാനിതൊക്കെ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാ. ഇത്രയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ജനം തയ്യാറായിട്ടും സ്പെൻഡ് ചെയ്തിട്ടും നമുക്ക് കിട്ടുന്ന സർവീസ് എന്താ? നമുക്ക് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് വെരി വെരി പുവർ സർവീസാണ്. വെരി വെരി പുവർ സർവീസാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന അതിൻ്റെ അർത്ഥം എന്താ? അത്രയും പുവർ സർവീസ്. ഇതിപ്പോൾ മൊണോപ്പൊളി ആയതുകൊണ്ടാ. ഇപ്പൊ കേരളത്തിൽ ഈ പറയുന്ന വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനോ ആരെങ്കിലും ആവട്ടെ, ഒന്നിലേറെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന KSEBയുടെ ഉപഭോക്താവായിട്ട് ഒരു മനുഷ്യനുണ്ടാവൂല. ഇപ്പൊ ജനങ്ങള് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ KSEB എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നിട്ടും ജനങ്ങളോടുള്ള വെല്ലുവിളി അല്ലേ, അതല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജനങ്ങൾക്ക് നൽകുന്ന സർവീസ്, നമ്മൾ കൊടുക്കുന്ന പണത്തിനുള്ള സർവീസ് നമുക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ? എന്നിട്ട് പോരാഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഓരോ മണിക്കൂറിലും ഇങ്ങനെ. അതും ഈ ചുട്ടുപൊള്ളുന്ന ഈ ഒരു ക്ലൈമറ്റിൽ, ഇങ്ങനെ ഒരു പറയുന്ന കാലാവസ്ഥയിൽ നമ്മൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അന്തംഗമി അടിമകൾ നമ്മളോട് പറയാ ഇവിടെ പവർ കട്ടില്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് അനുഭവിക്കുന്ന വ്യക്തിയോട് അവരുടെ മുഖത്ത് നോക്കി, പൊതുജനത്തെ നോക്കിയിട്ട് ഇവിടുത്തെ അന്തംഗമി അടിമകൾ പറയുന്നത് ഇവിടെ പവർ കട്ടില്ല എന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിൽ സർവീസ് ഏറ്റവും പുവർ ക്വാളിറ്റി, വളരെ മോശം, വളരെ വളരെ മോശമായ സർവീസിന് പുറമെ ജനങ്ങളോടുള്ള പരിഹാസം അല്ലേ? ജനത്തെ ഇങ്ങനെ നോക്കി പല്ലൊളിച്ച് കാണിക്കുക, ജനത്തെ അധിക്ഷേപിക്കുക, അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഏറ്റവും ഈ തന്തയാവുക അത് മാത്രമേ കഴിഞ്ഞ 10 വർഷം നടന്നിട്ടുള്ളൂ അല്ലേ? തന്തയാവുക, ഏത് കുഞ്ഞിനെ കണ്ടാലും അതിൻ്റെയൊക്കെ തന്തയാവാനുള്ള ശ്രമം നടത്തുക, അത് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഈ പറയുന്ന ഹാഷ്മി പറഞ്ഞ ഇത് എങ്ങനെ ഇവിടെ വരെ എത്തി എന്തൊക്കെ ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതിൻ്റെയൊക്കെ ഭാഗം മാത്രമാണിത്. ഇനി പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ കരാറിനെ കുറിച്ച് ഹാഷ്മി പറഞ്ഞല്ലോ. ഇത് മാത്രമാണോ എന്ന് വെച്ചാൽ ഇത് മാത്രമൊന്നല്ല. ഇപ്പൊ 2016 വരെ കേരളത്തിൽ ഉണ്ടായിരുന്ന സോളാറിന്റെ ഉപയോഗം എത്രത്തോളമായിരുന്നു കേരളത്തിൽ 2016 വരെ? എന്നാൽ 2026 നിൽക്കുമ്പോൾ ഈ സോളാറിന്റെ ഉപഭോഗം എവിടെ വരെ എത്തി നിൽക്കുന്നു? സോളാറിന്റെ ഉപഭോഗം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും സോളാർ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് ഒരു നഷ്ടക്കച്ചവടാ. നമുക്ക് ഒരു യൂണിറ്റ് കറണ്ട് കിട്ടുന്നത് എത്ര രൂപക്കാ? ഈ സോളാർ നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമ്മളത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ? അതിലെ കറണ്ട് ഇല്ല. നമ്മളത് ആ കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളത് KSEBക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആ KSEBക്ക് വിൽക്കും, നമ്മൾ KSEBയുടെ കറണ്ട് ഉപയോഗിക്കും. എന്നിട്ട് മാസം ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിച്ചതും നമ്മൾ കൊടുത്തതുമായ കറണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് പിന്നെ നമ്മൾ എത്രയാണോ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ കൊടുക്കും. അപ്പോൾ ഈ സോളാർ വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളടുത്ത് നിന്ന് വാങ്ങുന്ന സോളാർ ഓരോ യൂണിറ്റും എത്ര രൂപക്കാ? 2 രൂപക്ക് അല്ലേ? എന്നാൽ നമുക്ക് തരുന്നതോ 8 രൂപക്ക് ഒരു യൂണിറ്റ്. മനസ്സിലായില്ലേ? അതാണ് എന്ന് പറഞ്ഞാൽ ഈ സോളാർ ഉപഭോഗം കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഈ പറയുന്ന ഇവിടുത്തെ വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതാക്കുന്നതിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ സോളാർ എന്നൊക്കെ പറയുന്നത്. ഈ സോളാർ കൊണ്ടുവന്ന വ്യക്തി ആരാ? ഉമ്മൻചാണ്ടി. അതിൻ്റെ പേരിൽ ആ മനുഷ്യന് വേട്ടയാടപ്പെട്ടു. അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടതാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ തന്തയാവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ്
കഴിഞ്ഞ 10 വർഷം എന്തൊക്കെ കണ്ടാലും എല്ലാത്തിൻ്റെയും തന്ത ഞാനാണ്. ഇത് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, ഒരു ചെറിയ പിഞ്ചു കുഞ്ഞ് പാമ്പ് കടിയേറ്റ് മരിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ ചാനൽ വന്നപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത്, സിനിമാ നടൻ മമ്മൂട്ടിയെ കൊണ്ടുവന്നിട്ട് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞ പ്രഖ്യാപനം നടത്തിയതാ. ആ വീട് നിങ്ങളൊന്ന് കാണണമായിരുന്നു. ഈ പാമ്പ് കടിയേറ്റ കുട്ടിയുടെ വീട്. ആ വീടൊക്കെ കണ്ടാൽ കേരളത്തിൽ അതിദരിദ്രരാണോ അതിദരിദ്രരാണോ എന്നൊക്കെയുള്ളത് നമ്മൾ വീണ്ടും ചിന്തിച്ചു പോകും. ഞാൻ പറഞ്ഞു വരുന്നത്, വിഷയം മാറുന്നതല്ല. തന്തയാവാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് കേരളത്തിൽ നടന്നത്. എല്ലാ അർത്ഥത്തിലും വിജയനാണെങ്കിലും KCB ആണെങ്കിലും ഇനി ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പൂർണ്ണ പരാജയം മാത്രമാണ് എന്നുള്ളതാണ്.